മുട്ടിൽ മരമുറി കേസിന്റെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിന്റെ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ പ്രതികളോട് ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശ്രീജിത്ത് നായരോട് ചോദിക്കാം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട കാര്യം, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം അത് കോടതിയിലെത്തിയിരിക്കുന്നു. അതിനെതിരെയാണ് പ്രതികൾ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. എങ്ങനെയാണിത് പരിഗണിക്കുന്നത്? മറ്റു വിവരങ്ങൾ. അശ്വതി, ഗുഡ് മോർണിംഗ്. അഖില, ഗുഡ് മോർണിംഗ്. മുട്ടിൽ മരമുറി കേസ് വളരെ വിവാദമായ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു കേസാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി വിചാരണ നടത്തുന്ന കേസ്, അത് അമ്പലമേട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതികൾ 3 പേരാണ്. നമുക്കറിയാം, ആൻഡോ അഗസ്റ്റിനുണ്ട്, റോജി അഗസ്റ്റിനുണ്ട്, ജോസൂട്ടി അഗസ്റ്റിനുണ്ട്. ഇവർ തുടർച്ചയായി ഹാജരാകാത്തത് മൂലം ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ 11-ാം തീയതിയും 13-ാം തീയതിയായിട്ട് ഈ 2 പേർ, ആൻഡോയും റോജിയും, ചോറ്റാനിക്കര കോടതിയിൽ ഹാജരായി. തുടർന്ന് അവർക്കെതിരെയുള്ള ജാമ്യമില്ലാ വാറണ്ട് ലിഫ്റ്റ് ചെയ്തിരുന്നു, മാറ്റിയിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ കേസിൻ്റെ വിചാരണ നടപടികളുമായിട്ട് സഹകരിക്കാൻ വേണ്ടി വീണ്ടും ഇവർക്ക് നോട്ടീസ് നൽകിയത്, കുറ്റപത്രം ഉൾപ്പെടെ വായിച്ച് കേൾപ്പിക്കാൻ. പക്ഷേ ഇതിനെതിരെ ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇവർക്ക് 2 ദിവസത്തെ സാവകാശം നൽകുകയും ചെയ്തിരുന്നു. അതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് ഇവർ 3 പേരും ഈ കുറ്റപത്രം വായിച്ച് കേൾക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരാകേണ്ടതാണ്. ഇതിനെതിരെയാണ് വീണ്ടും ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നൊരു കാരണം, സുൽത്താൻ ബത്തേരിയിൽ ആ കോടതിയിൽ ഈ കേസിൻ്റെ വിചാരണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ നടപടികൾ പൂർത്തിയാകുന്നവരെ തങ്ങൾക്ക് സാവകാശം വേണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ നിന്ന് തങ്ങളെ വിടുതൽ നൽകണം, ഡിസ്ചാർജ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയെ ആദ്യഘട്ടത്തിൽ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ കാര്യം അവഗണിച്ചു. തുടർന്നാണ് ഇവർക്ക് ഈ കേസിൽ വിചാരണ നടപടികളുമായി ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകേണ്ടി വന്നത്. ഇവിടെ അലിയാർ എന്നൊരാൾ, അയാളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 1,40,00,000 രൂപയുടെ അടുത്ത് തുക ഈട്ടിത്തടി, അതായത് മേപ്പാടി, വയനാട് മേപ്പാടിയിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യത്തിന് നിയമാനുസൃതമായ പാസുകൾ ഉണ്ട് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തി വിശ്വാസവഞ്ചനയാണ്. ആ വിശ്വാസവഞ്ചന നടത്തി പണം തട്ടി എന്നുള്ള കേസാണ്, അലിയാർ എന്നുള്ള ആൾ നൽകിയ കേസാണ് അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത് ചോറ്റാനിക്കര കോടതിയിൽ ഇപ്പോൾ വിചാരണ നടത്തുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്നത്തെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ഇവരോട് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നു ആണ് നമ്മുടെ വിശ്വാസം.